Welcome to the new video. In today's video is about royal absolutism. So what is royal absolutism? Where it functioned and when it functioned. The royal absolutism, that is one of the feature of modern Europe. And before royal absolutism, whole Europe were under a political system called feudalism, which means medieval administration centered on feudalism. There the feudal lords enjoyed absolute power and they considered themselves as independent entities and contributing to a fragmented governance system. So one of the drawback of feudalism was feudalism failed to unify people of different races, caste and religion. And there was also a absence of a collective sense among the people. റോയൽ അബ്സല്യൂട്ടിസത്തിന് മുൻപ് യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. റോയൽ അബ്സല്യൂട്ടിസം എന്നാൽ ആധുനിക യൂറോപ്പിന്റെ സവിശേഷതകളിൽ ഒന്നാണ് റോയൽ അബ്സല്യൂട്ടിസം. അവിടെ പരമാധികാരം രാജാക്കന്മാരാണ് അവിടെ പരമാധികാരം എൻജോയ് ചെയ്യുന്നത്. എന്നാൽ റോയൽ അബ്സല്യൂട്ടിസത്തിന് മുൻപുണ്ടായിരുന്ന യൂറോപ്പിന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഫ്യൂഡലിസമാണ് നിലനിന്നത്. ഫ്യൂഡലിസത്തിൽ ഫ്യൂഡൽ ലോർഡിനാണ് അധികാരമുള്ളത്. കിങ് വാസ് ദെയർ, കിങ് അവിടെയുണ്ട്, പക്ഷെ ഹി ഹാഡ് ഓൺലി നോമിനൽ പവർ ആൻഡ് ഹി വാസ് ദ പപ്പറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂഡൽ ലോർഡ്സ്. ഫ്യൂഡൽ ലോർഡ്സിന്റെ കയ്യിൽ ഒരു കളിപ്പാവം മാത്രമാണ്. നോമിനലി ഹോൾ കൺട്രിയുടെയും അധികാരിയായിട്ട് രാജാവുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി ദ ഹോൾ പവർ വെർ എൻജോയ്ഡ് ബൈ ഫ്യൂഡൽ ലോർഡ്സ്. ഫ്യൂഡൽ ലോർഡ്സ് ഒരു സ്വതന്ത്ര അതോറിറ്റി ആയിട്ട് തന്നെ അവിടെ ഫംഗ്ഷൻ ചെയ്തിരുന്നു. എന്നാൽ ഫ്യൂഡലിസത്തിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. സോ ലാക്ക് ഓഫ് യൂണിറ്റി വാസ് വൺ ഓഫ് ദി ഡ്രോബാക്ക് ഓഫ് ഫ്യൂഡലിസം. അപ്പം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പല ഫ്യൂഡൽ ലോർഡ്സിന്റെ കീഴിലായിരുന്നു. വിച്ച് മീൻസ് ഒരു ഫ്യൂഡൽ ലോർഡിന്റെ കീഴിലുള്ള ജനങ്ങൾ മറ്റൊരു ഫ്യൂഡൽ ലോർഡുമായിട്ടുള്ള യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു ദേശീയതയൊന്നും വളർന്നു വന്നില്ല. ബട്ട് ഇവൻച്വലി the society witnessed the rise of nationalism and they were responsible for, which means this nationalism created a nationalist sentiments among the people and these people created national states and a powerful monarch. അപ്പോൾ ക്രമേണ ഫ്യൂഡലിസത്തിന്റെ ഡ്രോബാക്സ് തിരിച്ചറിയുകയും അതിനെതിരെ ജനങ്ങൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ ഫ്യൂഡലിസം തകരുകയും ചെയ്തതോടുകൂടി ആ സൊസൈറ്റി പുതിയൊരു രാഷ്ട്രീയ ബോധത്തിലേക്ക് പോവുകയാണ്. ദേശീയത ഇവരുടെ ഇടയിലേക്ക് അറിഞ്ഞും അറിയാതെയും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ദേശീയ ബോധം വന്നു. ഈ ദേശീയതയാണ് അവരുടെ ഇടയിൽ ഒരു നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുകയും ആൻഡ് ദ ഫെൽറ്റ് യൂണിറ്റി ആൻഡ് ദ ഷെയർഡ് നാഷണൽ ഐഡന്റിറ്റി, ഒരു യൂണിറ്റി അവരിൽ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഒരു ദേശീയതയിലേക്ക് അവർ വളർന്നു വരികയും ചെയ്യുന്നു. സോ ഫ്യൂഡലിസത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഫ്യൂഡലിസം തകർന്നതോടുകൂടി ആ യൂറോപ്പിൽ നാഷണൽ സ്റ്റേറ്റ്സ് ഫോം ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. സോ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഫ്യൂഡലിസം national states emerged there and most of the national states had a powerful rulers. The national states വളർന്നു വരുന്നത് ശക്തരായ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം അവിടെ കടന്നു വരികയാണ്. കൺസോളിഡേറ്റിംഗ് പവർ വിത്തിൻ സെൻട്രലൈസ്ഡ് അതോറിറ്റി. അധികാരത്തിലേക്ക് വന്ന രാജാക്കന്മാർ they consolidated the entire power within a single ruler. ഒരു സിംഗിൾ റൂളറിന്റെ കീഴിലേക്ക് എല്ലാ അധികാരവും ഇദ്ദേഹം കൊണ്ടുവരികയാണ്. And in addition to this political development, there was a drastic change happened in the economic field too. For example, it contributed to the economic development of countries by establishing stable governance structure. അപ്പോൾ മൊണാർക്കി അവിടെ വളർന്നു വന്നതോടുകൂടി രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല മാറ്റം വന്നത്, സാമ്പത്തിക മേഖലയും അവിടെ വളരുന്നതിന് വികസിക്കുന്നതിന് കാരണമായി തീർന്നു. സോ വിച്ച് മീൻസ് ഓവറോൾ
അതുവരെ ഉണ്ടായിരുന്ന ഫ്യൂഡലിസത്തിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സ്ഥിതി യൂറോപ്പിൽ ഈ അബ്സല്യൂട്ട് മൊണാർക്കി അല്ലെങ്കിൽ റോയൽ അബ്സല്യൂട്ടിസത്തിന്റെ ഭാഗമായി വളർന്നു വന്നു. Nation states marked a transition from feudal fragmentation to organized unified governance. ഫ്യൂഡലിസത്തിൽ ഫ്രാഗ്മെന്റഡ് ആയിരുന്നുവെങ്കിൽ, അധികാരം പലരിലേക്ക് വീതിച്ചു നൽകിയിരുന്നെങ്കിൽ, ഫ്രാഗ്മെന്റഡ് മീൻസ് ഫ്യൂഡൽ ലോഡ്സ് ഉണ്ടാവും, ഫ്യൂഡൽ ലോഡ്സിന് കീഴെ സബ് ഫ്യൂഡൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്ന ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ഫ്യൂഡലിസം വളർന്നു വന്നിരുന്നുവെങ്കിൽ, റോയൽ അബ്സല്യൂട്ടിസത്തിലേക്ക് വരുമ്പോൾ, നാഷൻ സ്റ്റേറ്റ്സ് വളർന്നു വരുമ്പോൾ അതിനൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ കീഴിൽ ഹോൾ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ദ കൺട്രി കെയിം അണ്ടർ എ സിംഗിൾ റൂളർ ഓർ എ പവർഫുൾ റൂളർ. രാജ്യത്തിന് മുഴുവൻ നിയന്ത്രണവും ഒരു സിംഗിൾ വ്യക്തിയിലേക്ക്, ഇൻഡിവിജ്വലിലേക്ക് അത് സെന്റേഡ് ആയി തീർന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് ശരിക്കും മൊണാർക്കി, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അബ്സല്യൂട്ട് മൊണാർക്കിയുടെ ഫീച്ചേഴ്സ്. So what was absolute monarchy, or what was royal absolutism? So it had several features. The first feature of royal absolutism is the king is supreme in the autocracy, and there is no man or institution that could oppose him. Royal absolutismത്തിൽ whole power vested in a single hand. എല്ലാ അധികാരം ഒരാളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. And he was the supreme head of the state and supreme head of the judiciary. നിയമത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ അധിപനായിട്ട് രാജാവായിരിക്കും. And there is no man or institution that could oppose him. അവിടെ ഒരു അഡ്വൈസറി കൗൺസിലോ അല്ലെങ്കിൽ ഒരു പാർലമെന്റോ ഒരു വ്യക്തിയോ ഈ രാജാവിനെ ചോദ്യം ചെയ്യാനായിട്ട് പവർഫുൾ ആയിട്ടുള്ള ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. So in this system, royal absolutism, and what was the role of the people? Their rights are openly violated by autocratic rulers. So what is the role of people is, they were the obedient, they were the slaves. ഇവരൊരു ഒബീഡിയന്റ് ആയിട്ടും സ്ലേവ്സ് ആയിട്ടും മാത്രമാണ്, which means they didn't have any power. ഇവർക്ക് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. And many times their rights are openly violated by autocratic rulers. നമ്മൾ ഈ പറയുന്ന മനുഷ്യാവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹ്യൂമൻ റൈറ്റ്സ്, അതൊക്കെ വളരെ പബ്ലിക്കായിട്ട് തന്നെ, ഓപ്പൺ ആയിട്ട് തന്നെ അതൊക്കെ രാജാവ് അതിനെ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്തിരുന്നു. വിച്ച് മീൻസ് രാജാവിന് തോന്നിയതുപോലെയായിരുന്നു അദ്ദേഹം അവിടെ നിയമം നടപ്പിലാക്കിയിരുന്നത്. And the third feature of royal absolutism is this royal monarchies, royal kings, they believed in divine right kingship. So in order to stabilize their foundation, political foundation, അവരുടെ ഒരു രാഷ്ട്രീയ അടിത്തറ സ്ഥിരമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി, they came with a story or they came with a theory. അവരൊരു കഥ മെനഞ്ഞിട്ടുണ്ടായിരുന്നു. or they themselves manipulated a story. അവർ സ്വന്തമായിട്ടൊരു കഥ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊരു അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അവരുടെ പൊളിറ്റിക്കൽ ഡിസിഷനൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ഡിവൈൻ റൈറ്റ് കിങ്ഷിപ്പ്. രാജാവിന്റെ അധികാരം അത് ദൈവികമാണെന്നും ദൈവമാണ് അവരെ സെൻഡ് ചെയ്തിരിക്കുന്നതും, and they were the representatives of God on earth, and they did not have any responsibility to the people because they were elected and sent by God. ജനങ്ങളോട് ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല, കാരണം ഇവരെ they were not elected by people. ജനങ്ങളല്ല അവരെ തെരഞ്ഞെടുത്തത്. and they were selected by God. ദൈവമാണ് അവരെ തെരഞ്ഞെടുത്തതും. and they were sent by God on earth. ദൈവമാണ് അവരെ ഭൂമിയിലേക്ക് അയച്ചതും. അതുകൊണ്ട് രാജാവ് എപ്പോഴും ജനങ്ങളിൽ നിന്ന് ഓൾവേസ് he kept aloof from the people. ജനങ്ങളിൽ നിന്ന് എപ്പോഴും അദ്ദേഹം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then another feature of the royal absolutism is their economy. Economy എന്ന് പറയുന്നത് they followed an economic theory called mercantilism, which means government controlled trade to make the country wealthier and stronger. So like the political life of the people, their economic life too controlled by the government. ഇവരുടെ രാഷ്ട്രീയ ജീവിതം പോലെ തന്നെ
സാമ്പത്തിക മേഖലയും ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. The government have the right to impose new tax upon the people. ഗവൺമെന്റിന് ജനങ്ങളുടെ മേൽ ഏത് സമയത്ത് വേണമെങ്കിലും ടാക്സ് ഇമ്പോസ് ചെയ്യാം. So I said that one feature of the royal absolutism is its economy. അതിന്റെ ഇക്കോണമിയാണ് റോയൽ അബ്സല്യൂട്ടിസത്തിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മെർക്കന്റിലിസം. മെർക്കന്റിലിസം മീൻസ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഗവൺമെന്റ് ആയിരുന്നു. And the government fixed the price of the commodity. Government fixed the tax of the people. ഇതെല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലായിരുന്നു. ആൻഡ് എവറിത്തിങ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ്. സോ ഇനി നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള റോയൽ അബ്സല്യൂട്ടിസം നിലനിന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. So for the first example, it is from France. So absolutism existed in France, especially during 17th and 18th century. And in France, mercantilism was introduced by Bourbon dynasty. So 17th 18th സെഞ്ചുറിയിലാണ് ഫ്രാൻസിൽ അബ്സല്യൂട്ടിസം നിലനിന്നിരുന്നത്. അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്ന പോലെ പരമാധികാരം എൻജോയ് ചെയ്തിരുന്ന രാജഭരണം ഫ്രാൻസിൽ നിലനിൽക്കുന്നത്. It was during the 17th and 18th century. So there, the absolutism was established by Bourbon dynasty. Bourbon dynasty ആണ് അവിടെ ഈ അബ്സല്യൂട്ടിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. So in France, that is the monarchs or the absolute rulers, they enjoyed centralized power. Then which means all power were in their hands. എല്ലാ പവറും അവരുടെ കൺട്രോളിലായിരുന്നു. And the king held supreme authority over governance, even law making and the policy decisions. ഇതൊക്കെ എന്ന് പറയുന്നത് king himself enjoyed this power. Then ഫ്രാൻസിലുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന അബ്സല്യൂട്ട് മൊണാർക്ക് എന്ന് പറയുന്നത് ലൂയി 14 ആണ്. അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സമയം he treated his country as his own property. ഫ്രാൻസിനെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ടാണ് അദ്ദേഹം ഫ്രാൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ദ കൺട്രി ആൻഡ് ദ റൂളർ. റൂളറിനെയും കൺട്രിയെയും സെപ്പറേറ്റ് ചെയ്യാൻ അത്രയധികം ബുദ്ധിമുട്ടാണ്. വിച്ച് മീൻസ് രാജ്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി. ഹി കൺസിഡർഡ് ഹിസ് കൺട്രി ആസ് ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ, once Louis XIV stated that I am the state. ഒരിക്കൽ ലൂയി 14 പറയുകയുണ്ടായി, ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ അത് ഞാനാണ്. ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി. സോ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂയി 14 ആണ് എന്നാണ് അദ്ദേഹം പബ്ലിക്കലി ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് എങ്ങനെയാണ് ഹൗ ഹി എൻജോയ്ഡ് ഹിസ് അബ്സല്യൂട്ടിസം? സോ ഹി ഡിഡ്ന്റ് സമൺ ദ മീറ്റിംഗ് ഓഫ് ദ എസ്റ്റേറ്റ് ജനറൽ. എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഫ്രാൻസിലെ പാർലമെന്റ് ആണ്. So in order to enjoy absolute power in France, he did one thing, that he never summoned the meeting of a state general. So ലൂയി 14 സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ പരമാധികാരം അതുപോലെ തന്നെ എൻജോയ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കാലത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന പാർലമെന്റിനെ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നില്ല. സോ ദ നെയിം ഓഫ് ദ പാർലമെന്റ് വാസ് എ സ്റ്റേറ്റ് ജനറൽ. ഹി നെവർ സമൺഡ് ദ മീറ്റിംഗ് ഓഫ് എ സ്റ്റേറ്റ് ജനറൽ. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, he put restrictions on the rights of the provincial administrative officers. പാർലമെന്റ് വിളിച്ചു ചേർത്തില്ല എന്ന് മാത്രമല്ല, ഫ്രാൻസിലുണ്ടായിരുന്ന പ്രാദേശിക ഓഫീസേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനൊക്കെ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ആൻഡ് ഹി പുട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. അവർക്ക് ഒരു തരത്തിൽ പോലും സ്വതന്ത്രമായിട്ട് ഭരണം നടത്താൻ അനുവദിച്ചിരുന്നില്ല. എല്ലാ ഡിസിഷനും എടുക്കുന്നതിന് മുൻപ് തന്നെ they should either they meet king or to obtain permission from the king. ഒന്നെങ്കിൽ അവർ രാജാവിനെ നേരിട്ട് കാണുക, അല്ലെങ്കിൽ രാജാവിൽ നിന്നും ഒരു പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് പ്രൊവിൻസുമായി ബന്ധപ്പെട്ടുള്ള എന്ത് തീരുമാനം എടുക്കാനും പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ ലൂയി 14 അനുവദിച്ചിരുന്നുള്ളൂ. സോ മറ്റൊന്നും കൂടി എങ്ങനെയാണ് ഹൗ ഹി എൻജോയ്ഡ് royal absolutism. Louis XIV, he himself looked after the different departments and appointed ministers of his own choice.
and they completely followed his commands. അപ്പം ഇദ്ദേഹത്തിന് ഒരു തരത്തിലും ത്രെട്ട് ഈ ഓഫീസേഴ്സിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് he appointed his own people in various departments. ഒന്നുകിൽ either they were the relatives of Louis XIV or his friends. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും ഒക്കെയാണ് ഇദ്ദേഹം പല ഡിപ്പാർട്ട്മെന്റിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഉയർന്ന പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്തത്. ആൻഡ് ദ പോയിന്റ് ഈസ് ഹിയർ, അത് എന്തായിരുന്നു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ തന്നെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ദേ വർ ദ ഒബീഡിയന്റ് ഓഫ് കിങ്, അവര് രാജാവിന്റെ ഒരു ഒബീഡിയന്റ് ആയിട്ട് മാറും. അതിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഹി ക്യാൻ എക്സസൈസ് അബ്സല്യൂട്ട് പവർ. മറ്റൊരു എക്സാമ്പിൾ കൂടെ തരാം, ലൂയി XIV എങ്ങനെയാണ് അബ്സല്യൂട്ട് പവറായി എൻജോയ് ചെയ്തു എന്നുള്ളത്. ഹിസ് പൊളിറ്റിക്കൽ സിംബൽ വാസ് സൺ. സൂര്യനാണ് അദ്ദേഹത്തിന്റെ അധികാര ചിഹ്നമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾ പവർ ഓഫ് ദ സ്റ്റേറ്റ്സ് റേഡിയേറ്റ്സ് ഫ്രം ഹിം. എല്ലാ സ്റ്റേറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരത്തിന്റെ അതിന്റെ ഏറ്റവും സെന്റർ എന്ന് പറയുന്നത് കിങ് ആണ്. വിച്ച് മീൻസ് സണ്ണിൽ നിന്നും റേസ് പുറത്തോട്ട് പോകുന്നത് പോലെയാണ് ലൂയി XIV ആണ് എല്ലാ അധികാരവും എൻജോയ് ചെയ്യുന്നതും. അദ്ദേഹം നൽകുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സാങ്ഷൻ മാത്രമേ ഫ്രാൻസിലെ ഭരണാധികാരികൾക്കും മിനിസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹി യൂസ്ഡ് സൺ ആസ് ദ പൊളിറ്റിക്കൽ സിംബൽ.